ഈ ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളതാണ്. അതിങ്ങനെ വഴി കൂടെ പോകുന്ന വഴിക്ക് ആരൊക്കെ ഉണ്ടോ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ഇങ്ങോട്ട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഞാൻ കാലടി സർവകലാശാലയിലാണ് പഠിക്കുന്നത്. അപ്പം അവിടെ എടുത്ത് ശങ്കരാചാര്യരുടെ ഒരു സ്തൂപമുണ്ട്. അപ്പം അവിടെ വന്ന അയ്യപ്പന്മാർ കൂട്ടമായി വന്നുകൊണ്ട് ശങ്കരാചാര്യരുടെ പ്രതിമയിലേക്ക് പൈസ എറിയുകയും സ്വാമിയെ ശരണം അയ്യപ്പോ എന്ന് വിളിച്ച് ശങ്കരാചാര്യരെ അയ്യപ്പനും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പം അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പന്തളം ശശിയും അയ്യപ്പനും തമ്മിലുള്ള ബന്ധമൊക്കെ ഇതുപോലെ ഉണ്ടാക്കപ്പെട്ട ഒരു ബന്ധം മാത്രമാണ്. ശങ്കരാചാര്യരുമായി ഉണ്ടാക്കിയ പോലുള്ള ഒരു ചെറിയൊരു കണക്ഷൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും അവിടെ ഇല്ല എന്നുള്ളതാണ്. പെരുമ്പാവൂരിന്റെ അടുത്ത് എങ്ങനെയാണ് നമ്മുടെ പ്രാദേശിക ദൈവങ്ങളെ ഇവർ കട്ട് കൊണ്ടുപോകുന്നുള്ള കട്ട് ഉണ്ടാക്കിയത് മാത്രമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സാധനവും അതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെരുമ്പാവൂർ കല്ലിൽ ഗുഹാക്ഷേത്രമുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ജൈന ക്ഷേത്രമാണത്. അപ്പം വർത്തമാന തീർത്ഥങ്കരന്റെ പ്രതിമ എങ്ങനെയുണ്ട്, നടയുടെ ഉള്ളിൽ നമുക്ക് കാണാൻ വരച്ചു വെച്ചിട്ടുണ്ട്. മേലെ ഇവരുടെ വൈഫിന്റെയും ഒക്കെ തന്നെ ചിത്രങ്ങളുണ്ട്. ഈ തീർത്ഥങ്കരൻ ആരാന്ന് ചോദിച്ച സമയത്ത്, ഇത് തീർത്ഥങ്കരൻ ആരാന്ന് ചോദിച്ച സമയത്ത് ആദ്യം ഇയാൾ പറയുന്നത്, ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്ന അവിടുത്തെ തന്ത്രി പറയുന്നത് ബ്രഹ്മാവാണെന്നാ. അപ്പൊ താമരയൊന്നും വേണ്ട, എന്നാലും ബ്രഹ്മാവായിട്ട് ഇവരങ്ങോട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് ഇതാണ് ബ്രഹ്മാവെന്ന്. അപ്പൊ തൊട്ട മേലെ ആരാന്ന് ചോദിച്ചു, ഇത് മഹാലക്ഷ്മിയാണെന്നാ പറയുന്നത് ഇവര് പറയുന്നത്. പിന്നെ ഞങ്ങൾ ചോദിച്ചു ഇത് തീർത്ഥങ്കരനല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് തീർത്ഥങ്കരനാണ്, എന്നാലും ഞങ്ങൾ ബ്രഹ്മാവായിട്ട് കരുതിയിട്ടാണ് പൂജ നടത്തുന്നതെന്നാണ് അവര് പറയുന്നത്. അപ്പം ഇതുവരെ സംഘപരിവാർ ശക്തികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടിപ്പു സുൽത്താനെ പോലുള്ളവർ വന്നുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു എന്നാണെങ്കിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചത് മറ്റാരുമല്ല, പന്തളം ശശികുമാര വർമ്മ അടക്കമുള്ള ആളുകളാണ് ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചതെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിന് ഉത്തരം പറയണം, സമാധാനം പറയണം എന്നാണ് ഞങ്ങൾ അവരോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇതിന്റെ വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരണം വിളിയാണ് ശബരിമലയിലെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ഭാഷ പോലും മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നാമജപ ഘോഷയാത്ര എന്നാ, ശരണം വിളി ഘോഷയാത്ര എന്നൊന്നല്ല അവർ പറയുന്നത്. എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളത് നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ വിഭാഗത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴും ഇവർ വായിക്കുന്നത് ഈ ബാലരമ അമർ ചിത്രകഥയിലൊക്കെ വരുന്ന അയ്യപ്പനും വാവരും കഥയൊക്കെയാണ്. ഞങ്ങൾ ജഡി സമൂഹത്തിലെ ചെറുപ്പക്കാർ ഇപ്പം വായിക്കുന്ന നെയ്റ്റീവ്സ് ഇൻ കേരള എന്നുള്ള പുസ്തകവും നായർ മേധാവിത്വത്തിന്റെ പതനം എന്നുള്ള പുസ്തകമൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ വായിക്കുന്നത്. നിങ്ങൾ ഈ കളിക്കുടുക്കെ അമർ ചിത്രകഥയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് NSSലെ അടക്കമുള്ള ആളുകൾ വളരെ കൃത്യമായിക്കൊണ്ട് സമുദായങ്ങളുടെ ചരിത്രം എടുത്ത് പഠിക്കുവാൻ വേണ്ടി തയ്യാറാവണമെന്നും സ്വയം നവോത്ഥാനത്തിന് തയ്യാറാവണമെന്നും പരിഷ്കരിക്കാൻ തയ്യാറാവണമെന്നും NSS അടക്കമുള്ള ആളുകളോട് ഞങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയൊക്കെ വേണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ കോപ്പിയൊക്കെ അയച്ചു തരാനും ഞങ്ങൾ തയ്യാറാണ്. അതൊക്കെ മറച്ചു നോക്കിയിട്ട് ഇന്ത്യ ജനാധിപത്യ രാജ്യമായതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എടുത്തിട്ടുള്ള മുളയുടെ കമ്പിൽ ചോറ് കൊണ്ടുപോയി തഴമ്പും വെച്ച് അവിടെ ഇരിക്കേണ്ടത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള